യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം ആദ്യത്തെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുകയാണ്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയിൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. 11-ാമത്തെ വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വെച്ച് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. എന്നാൽ കർത്താവ് ചെയ്ത സകല അത്ഭുതങ്ങളിലും വെച്ച് 1-ാമത്തെ അത്ഭുതം വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. ഏറ്റവും ആദ്യം താൻ എവിടെ വെച്ച് അത്ഭുതം ചെയ്തു എന്നറിയാമോ? എവിടെയാണെന്ന് പറയുക. കാനാവ് എന്ന ഗ്രാമത്തിൽ. അവിടെ വെച്ച് കർത്താവ് 1-ാമത്തെ അത്ഭുതത്തെ ചെയ്തു. ആദ്യമെവിടെ? യോഹന്നാൻ ഓരോ ദിവസങ്ങൾ എന്തു സംഭവിക്കുന്നുവെന്ന് എഴുതി വരികയാണ്. രണ്ടാമതായിട്ട് എഴുതുന്നതായ ക്രമത്തിൽ 1-ാമത്തെ ദിവസം യോഹന്നാൻ ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി. 2-ാമത്തെ ദിവസം അന്ത്രയാസ് യേശുവിനെ കണ്ടുമുട്ടിയിട്ട് തൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്നതായ പത്രോസിനെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്നു. 3-ാമത്തെ ദിവസം യേശു കർത്താവ് ഫിലിപ്പോസിനെ കാണുകയും ഫിലിപ്പോസിനെ തൻ്റെ ശിഷ്യനായി തിരഞ്ഞെടുക്കുകയും അതിനുശേഷം ഫിലിപ്പോസ് മൗനമായിരിക്കാതെ തൻ്റെ സ്നേഹിതനായിരിക്കുന്ന നഥനയേലിനെ യേശുവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്താണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. 46-ാം വാക്യം. നഥനയേൽ അവനോട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്നു കാണുക എന്ന് പറഞ്ഞു. നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടം ഇല്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. ശ്രദ്ധിക്കുക. യേശുവിൻ്റെ അരികിലേക്ക് നഥനയേൽ നടന്നു വരുമ്പോൾ യേശു നഥനയേലിനെ കണ്ടിട്ട്, ഇവൻ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ ഒരു കപടവും ഇല്ല എന്ന് പറഞ്ഞു. നഥനേലിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടായി. എന്നെക്കുറിച്ച് യേശുക്രിസ്തുവിന് എങ്ങനെ അറിയാം? ആദ്യം യേശുക്രിസ്തുവിനെക്കുറിച്ച് നഥനയേലിന് മനസ്സിലായത് എന്താണ്? ഇവൻ സർവ്വതും അറിയുന്നവനാണ്. എൻ്റെ കർത്താവായ യേശുക്രിസ്തു ആരാണെന്ന് പറയുക? സകലതും അറിയുന്നവനാണ്. മനുഷ്യൻ പുറമേയുള്ളത് മാത്രം കാണുന്നു, എന്നാൽ ദൈവം നിന്റെ ഹൃദയത്തെ കാണുന്നു. നഥനയേൽ എന്താണ് പറയുന്നത്? നസ്രയത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? യേശു തെളിയിക്കുകയാണ്. നന്മ വരുമോ എന്നല്ലേ ചോദിക്കുന്നത്. ഇതാ ലോകരക്ഷകൻ തന്നെ വരികയാണ്. സർവ്വതും അറിയുന്ന ദൈവം തന്നെ വരുന്നു. നിന്നിൽ ഒരു കപടവും ഇല്ല. നഥനയേൽ പറയുകയാണ്, എന്നെക്കുറിച്ച് നിനക്കെങ്ങനെ അറിയാം? അപ്പോൾ പറയുകയാണ്, നീ അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടു. എന്താണെന്ന് നോക്കാം. എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിക്കുകയാണ്. നഥനയേൽ ചോദിക്കുകയാണ്, ആദ്യമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്, എന്നെക്കുറിച്ച് നിനക്ക് എങ്ങനെ അറിയാം എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അതിൻ്റെ അർത്ഥം എന്താണ്? നീ എവിടെയാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയാം, നീ എവിടെ നിൽക്കുന്നുവെന്ന് എനിക്ക് അറിയാം, നീ എവിടെ നടക്കുന്നുവെന്ന് എനിക്കറിയാം. പറയൂ, ഇന്നലെ നീ അത്തിയുടെ ചുവട്ടിൽ നിന്നില്ലേ, ശരിയല്ലേ? അതും നിനക്കറിയാമോ? യേശു പറയുകയാണ്, നസ്രയത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് ചോദിച്ചില്ലേ? യേശു ക്രിസ്തു പറയുകയാണ്, സകലതും അറിയുന്ന ദൈവം അവിടെ നിന്നാണ് വന്നത്. 2, സർവ്വവ്യാപിയായിരിക്കുന്ന ദൈവം അവിടെ നിന്നാണ് വന്നത്. നീ എവിടെയാണോ അവിടെ ഞാനുമുണ്ട്. ദൈവം ആരാണെന്നറിയാമോ? നാം എവിടെയാണോ ഉള്ളത് അവിടെയുള്ളവനാണ്. മനസ്സിലാകുന്നുണ്ടോ? നീ മന്ദിരത്തിലാണെങ്കിൽ അവനും അവിടെയുണ്ട്, ഗൃഹത്തിലുണ്ടെങ്കിൽ ഗൃഹത്തിലുണ്ട്, നീ കുടിലിലാണെങ്കിൽ കുടിലിൽ അവനുണ്ട്. നീ എവിടെയാണോ ഉള്ളത് അവിടെ അവനുണ്ട്. എന്തുകൊണ്ടെന്നാൽ സകലതും അറിയുന്നവൻ, സർവ്വവ്യാപിയായവൻ. ഇപ്പോൾ ഈ നഥനയേലിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ നഥനയേൽ ഏത് സ്ഥലക്കാരനാണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ കാണാൻ കഴിയും, ഈ
നഥനയേൽ ഏത് ദേശക്കാരനാണെന്ന്, ഏത് സ്ഥലക്കാരൻ നോക്കാം. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും എന്നെഴുതിയിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ട് ഇവിടേക്ക് വന്നുവെന്ന്. നമ്മൾ ഏതു വചനത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കാനിടയായത്? 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. 3-ാം നാൾ ഗലീലയിലെ കാനാവെന്ന ഗ്രാമത്തിൽ. കാനാവെന്ന സ്ഥലത്തിൽ പാർക്കുന്ന വ്യക്തിയാണ് നഥനയേൽ. ഇപ്പോൾ യേശുക്രിസ്തു അന്ത്രയാസ്, പത്രോസ്, ഫിലിപ്പോസ്, നഥനയേൽ ഇവരെയെല്ലാം ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തു. ഇപ്പോൾ ആ 3-ാമത്തെ നാളിൽ കാനാവെന്ന ദേശത്ത് വിവാഹം നടക്കുന്നു. അങ്ങനെ വിവാഹം നടക്കുമ്പോൾ, അതായത് 3-ാം നാൾ ഗലീലയിലുള്ള കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും ആ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. യേശുക്രിസ്തുവും അവൻ്റെ ശിഷ്യന്മാരും. അപ്പോൾ ആരൊക്കെയാണ്? നഥനയേലും ഫിലിപ്പോസും പത്രോസും അന്ത്രയാസും. ഈ 4 പേരും യേശുവിനോടൊപ്പം വിവാഹത്തിന് വന്നു. അവിടെ മറിയയും യേശുവിൻ്റെ അമ്മയെയും ആ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. യേശു കർത്താവ് അനേകം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അവൻ ചെയ്തതായ അനേകം അത്ഭുതങ്ങളിൽ ഏറ്റവും ആദ്യം അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിച്ചത് എവിടെ? വിവാഹത്തിൽ. എവിടെയാണ്? വിവാഹത്തിലാണ്. സമുദ്രത്തെ ശാസിക്കുന്നതിനേക്കാൾ, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കുന്നതിനേക്കാൾ, മരിച്ചവനെ ഉയർപ്പിക്കുന്നതിനേക്കാൾ, അനേകായിരങ്ങൾക്ക് ആഹാരം സൗജന്യമായി പങ്കുവയ്ക്കുന്നതിനേക്കാൾ, ഇവയിൽ എല്ലാത്തിനെയും അപേക്ഷിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളതായ അത്ഭുതം, ആശ്ചര്യകരമായ കാര്യം എവിടെ ചെയ്യാനായിട്ടാണ് അവൻ ആഗ്രഹിച്ചത്? വിവാഹത്തിൽ, കല്യാണത്തിൽ അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ വിവാഹം എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമായത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമായത് എന്താണ്? വിവാഹം. ഒന്നാമതായി യേശു കർത്താവ് എവിടെ വെച്ചാണ് തൻ്റെ ആദ്യത്തെ അത്ഭുതം ചെയ്തതെന്ന് ചോദിച്ചാൽ, കാനാവ് എന്ന ദേശത്ത്. ഇപ്പോൾ കാനാവ് എന്ന ദേശത്തിൽ ഈയൊരു അത്ഭുതം മാത്രമല്ല, മറ്റൊരു അത്ഭുതം കൂടി ചെയ്തിട്ടുണ്ട്. 4-ാമത്തെ അധ്യായത്തിൽ ആ അത്ഭുതത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. 4-ാം അധ്യായം 46-ാം വാക്യം. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്നു മകൻ രോഗിയായിരുന്നൊരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദ്യദേശത്തുനിന്ന് ഗലീലയിൽ വന്നു എന്നവൻ കേട്ടു. അവൻ്റെ അടുക്കൽ ചെന്നു തൻ്റെ മകൻ മരിപ്പാറായിരിക്കുന്നതുകൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കേണം എന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ മരിപ്പാറായി എന്നാണല്ലോ നീ പറയുന്നത്. അവൻ മരിക്കില്ല, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു, പോക എന്ന് യേശു അവനോട് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റിട്ട് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാനിടയായി. അവർ വാർത്ത അറിയിച്ചു. ആ പിതാവ് എന്താണ് പറയുന്നത്? മകൻ മരിക്കും. യേശു പറയുകയാണ്, മരിക്കില്ല, വേണമെങ്കിൽ പോയി നോക്കുക, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ അത്ഭുതം എവിടെ വെച്ചാണ് ചെയ്തത്? മരിപ്പാറായവനെ യേശു കർത്താവ് രക്ഷിച്ചത് എവിടെ വെച്ചാണ്? കാനാവിൽ. എന്നാൽ ഇതിനേക്കാൾ മുൻപിൽ ഏതത്ഭുതമാണ് ചെയ്തത്? പറയുക. വിവാഹത്തിൽ ഉണ്ടായതായ ഒരു പ്രശ്നത്തെ പരിഹരിക്കേണ്ടതിനു വേണ്ടി യേശുക്രിസ്തു ഏറ്റവും ആദ്യത്തെ അത്ഭുതത്തെ ചെയ്തു. എന്തുകൊണ്ടാണ് യേശു കർത്താവ് വിവാഹത്തിലുണ്ടായതായ പ്രശ്നത്തെ പരിഹരിക്കേണ്ടതിനു വേണ്ടി ആദ്യമായി മഹാത്ഭുതം പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ, വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ,
വിവാഹം എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമാണ്. വിവാഹ വ്യവസ്ഥ, കുടുംബ വ്യവസ്ഥ ഒരുപക്ഷെ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു എന്ന് ചിന്തിച്ചാൽ, അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചതായ സൃഷ്ടിക്ക് ഒരർത്ഥവും ഉണ്ടാവുകയില്ലായിരുന്നു. മനസ്സിലാക്കുക. ശരി, എവിടെയാണ് കല്യാണം നടക്കുന്നത്? കാനാവിൽ. കാനാവ് എന്ന് വിളിക്കുന്നതായ ദേശം വലിയൊരു പട്ടണമാണോ അതോ ചെറിയൊരു ഗ്രാമമാണോ? ചെറിയ ഗ്രാമമാണ്. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. അതൊരു ചെറിയ ഗ്രാമമാണ്. അവിടെ നടക്കുന്നതായ വിവാഹത്തിലേക്ക് ആരെയാണ് ക്ഷണിച്ചിരിക്കുന്നത്? എവിടെയാണ് വിവാഹം? കാനാവിൽ. ആരെയാണ് വിളിച്ചിരിക്കുന്നത്? യേശുവിൻ്റെ അമ്മയെയും, നെക്സ്റ്റ് യേശുവിനെയും, നെക്സ്റ്റ് യേശുവിൻ്റെ ശിഷ്യന്മാരെയും ആ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ വിവാഹത്തിന് ആരെയാണോ ക്ഷണിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ആരാണെന്നറിയാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? വിവാഹത്തിലേക്ക് നിങ്ങൾ ആരെയൊക്കെയാണോ ക്ഷണിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ആരാണെന്ന് അറിയാൻ കഴിയും. നിങ്ങളുടെ വിവാഹത്തിലേക്ക് ഒരുപക്ഷേ ചീഫ് മിനിസ്റ്ററിനെയോ MLA-യെയോ MP-യെയോ നിങ്ങൾ വിളിച്ചെന്നിരിക്കട്ടെ. മറ്റുള്ളവർ മനസ്സിലാക്കും, ഇയാൾ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്, അറിയാൻ കഴിയും. സിനി ഫീൽഡിലുള്ള എല്ലാവരും വന്നു എന്നിരിക്കട്ടെ. ആ ഹീറോ, ഈ ഹീറോ, ആ ആക്ടേഴ്സ്, ഈ ആക്ടേഴ്സ് എല്ലാവരും വന്നു എന്നിരിക്കട്ടെ. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അയാൾ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. അതായത് സാധാരണമായി വിവാഹത്തിലേക്ക് ആരൊക്കെയാണോ വരുന്നത്, ആരെയൊക്കെയാണോ ക്ഷണിക്കുന്നത് അതനുസരിച്ച് ഏറെക്കുറെ ആ വിവാഹം നടത്തുന്നതായ വ്യക്തിയുടെ വിശ്വാസവും വ്യക്തിത്വവും സ്വഭാവവുമൊക്കെ അറിയാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നടക്കുന്ന വിവാഹത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടത് ആരെയായിരുന്നു? യേശുവിൻ്റെ അമ്മയായിരിക്കുന്ന മറിയയും യേശുക്രിസ്തുവും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ അറിയാൻ കഴിയുന്നത്? ഒന്നാമതായി, ഈ വിവാഹം ഏറെക്കുറെ മറിയയ്ക്ക് ഏറ്റവും അടുത്തതായ കുടുംബ അംഗങ്ങളുടെ വിവാഹം ആണ്. മറിയയ്ക്ക് ബന്ധുത്വമുള്ള കുടുംബമാണ്. അതുമാത്രമല്ല, യേശുക്രിസ്തുവിനെയും ആ വിവാഹത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. സഹോദര, സഹോദരി, ഈ ലോകത്തിൽ നിന്റെ വിവാഹത്തിൽ യേശു കർത്താവ് വരാതെ, പറയൂ, ഡൊണാൾഡ് ട്രംപ് വന്നാലും, രാജ്യം ഭരിക്കുന്ന രാജാവ് വന്നാലും, സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ വന്നാലും, പേരെടുത്തതായ വലിയ വലിയ ആളുകൾ കടന്നു വന്നാലും, പ്രിയ സഹോദര, സഹോദരി, ആ വിവാഹത്തിൽ ഒരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ഇവർക്കാർക്കും തന്നെ അതിനെ പരിഹരിക്കാൻ കഴിയുകയില്ല. വിവാഹ വ്യവസ്ഥ ആരംഭിച്ചത് ആരാണ്? കർത്താവാണ്, ദൈവമാണ്. അവനാണ് ഏറ്റവും ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് അവൻ്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെ ദൈവം തന്നെ സൃഷ്ടിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനൊരു തുണയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയെ സൃഷ്ടിച്ച് കുടുംബ വ്യവസ്ഥ ദൈവമാണ് ആരംഭിച്ചത്. കുടുംബ വ്യവസ്ഥയെ സ്റ്റാർട്ട് ചെയ്തത്, കുടുംബ വ്യവസ്ഥയെ ഉണ്ടാക്കിയത് ദൈവമാണ്. അതുകൊണ്ട് കുടുംബം ഇല്ല എങ്കിൽ ഈ ലോകത്തിൽ ഒരർത്ഥവുമില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ അർത്ഥം തന്നെ കുടുംബ വ്യവസ്ഥയാണ്. ആ കുടുംബ വ്യവസ്ഥയുടെ ആരംഭം ദൈവമാണ്. ഇപ്പോൾ ദൈവം സ്ഥാപിച്ചതായ കുടുംബത്തിൽ പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ആർക്കാണ് പരിഹരിക്കാൻ കഴിയുന്നത്? ദൈവത്തിനെ പരിഹരിക്കാൻ കഴിയൂ. അതുകൊണ്ട് പറയട്ടെ, പ്രിയ സഹോദര, സഹോദരി, വിവാഹം കഴിയാത്തവർ, നിങ്ങളുടെ വിവാഹത്തിന് ആരെയാണ് ക്ഷണിക്കേണ്ടത്? ആരെയാണ് ക്ഷണിക്കുന്നത്? ശ്രദ്ധിച്ചു കേൾക്കുക. നീ ഒരു മദ്യപാനിയാണെങ്കിൽ നിന്റെ കൂട്ടുകാർ എങ്ങനെയുള്ളവരായിരിക്കും? ആരാണ്? തീർച്ചയായും മദ്യപാനികൾ തന്നെയായിരിക്കും. എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. നീ മദ്യപാനിയാണെങ്കിൽ നിന്റെ കൂട്ടുകാർ എങ്ങനെയുള്ളവരായിരിക്കും? മദ്യപാനികളായിരിക്കും. ഇപ്പോൾ നിന്റെ വിവാഹത്തിന് ആരെയൊക്കെ ക്ഷണിക്കും? നീ മദ്യപാനിയാകൊണ്ട് മദ്യപാനികളെ ക്ഷണിക്കും. നീ ചീട്ട് കളിക്കുന്ന മനുഷ്യനാണെങ്കിൽ നിന്റെ കൂട്ടുകാർ എങ്ങനെയുള്ളവരായിരിക്കും? ചീട്ടുകളിക്കാരെല്ലാവരും നിന്റെ കൂട്ടുകാരായിരിക്കും. നിങ്ങളുടെ വിവാഹമാണെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ മകൻ്റെ വിവാഹമാണെങ്കിൽ ആരെയാണ് ക്ഷണിക്കുന്നത്? നോക്ക്, എടാ, നിങ്ങളെല്ലാവരും വിവാഹത്തിന് വന്നിരിക്കണം എന്ന് പറയും. അതായത് ചീട്ട് കളിക്കുന്നവൻ എന്തു ചെയ്യും? ചീട്ടുകളിക്കാരെ എല്ലാം വിവാഹത്തിന് ക്ഷണിക്കും.
മദ്യപാനിയാണെങ്കിൽ എല്ലാ മദ്യപന്മാരെയും വിവാഹത്തിന് ക്ഷണിക്കും. വ്യാപാരം ചെയ്യുന്ന ആളുകളാണെങ്കിൽ വ്യാപാരികളെല്ലാം ക്ഷണിക്കാനിടയാകും. ആത്മീയർ എന്തു ചെയ്യുമെന്നറിയാമോ? ആത്മാവാകുന്ന ദൈവത്തെ വിവാഹത്തിലേക്ക് ക്ഷണിക്കും. ഇപ്പോൾ നീ ആത്മീയനാകുന്നുവെങ്കിൽ ഏറ്റവും ആദ്യം ആരെയാണ് വിളിക്കേണ്ടത്? നിന്റെ കുടുംബത്തിനടിസ്ഥാനമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ വിളിക്കണം. യേശുക്രിസ്തുവിനെ ക്ഷണിക്കാതെ, യേശുക്രിസ്തു നിന്റെ വിവാഹത്തിന് വരാതെ ആ വിവാഹം നന്നായി നടക്കുവാനും ആ വിവാഹത്തിൽ പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കപ്പെടുവാനും സാധ്യമാകില്ല. സാധാരണമായിട്ട് വിവാഹത്തിലേക്ക് മുമ്പ് പറഞ്ഞതുപോലെ നിന്റെ വ്യക്തിത്വം അനുസരിച്ച്, നിന്റെ സ്വഭാവം അനുസരിച്ച് ആളുകളെ നീ ക്ഷണിക്കാനിടയാകും. എപ്പോഴും വിവാഹം നടക്കുമ്പോൾ പലരും ശ്രദ്ധിക്കുന്നതായ ഒരു കാര്യം ഏതാണെന്നറിയാമോ? ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്. സെപ്പറേറ്റ് ഒരു വിങ് കാണും. ഏത് വിങ്ങാണത്? പാർട്ടി ചെയ്യുന്ന വിങ്. അവിടെ ലൈനായിട്ട് കുപ്പികൾ കാണും. കുടിയന്മാരെല്ലാം വന്ന് കുടിച്ചുകൊണ്ടിരിക്കും. വിവാഹം നടന്നോളും, അതൊന്നും ഇവരെ ബാധിക്കില്ല. ഞങ്ങൾക്കെന്താണ്? പാർട്ടി. ഒരു വശത്ത് വിവാഹം നടന്നുകൊണ്ടേയിരിക്കും, മറുവശത്ത് കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവർ മദ്യപിച്ചുകൊണ്ടേയിരിക്കും. മദ്യപിച്ചിട്ട് എന്തു ചെയ്യും പറയുക? ബഹളവും വഴക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി ആൺകൂട്ടർക്കും പെൺകൂട്ടർക്കും തമ്മിൽ എന്തൊക്കെയോ വഴക്കുകളുണ്ടാകും. ഇവർ അവനെ അടിക്കും, അവർ ഇവനെ അല്ലെങ്കിൽ തല്ലും. ഈ സമയത്ത് വഴക്ക് കേട്ടുകൊണ്ട് മുതിർന്ന ആളുകൾ കടന്നുവരും. ഞങ്ങളുടെ ആളുകളെ അടിക്കാറായോ? ആരാണ് അടിച്ചത്? ഇവൻ ആരാണ്? അളിയനാണ്. ആരുടെ അളിയനാണ്? ഇങ്ങനെ പറഞ്ഞ് തർക്കമുണ്ടായി. ഇങ്ങനെ എത്രയോ പ്രാവശ്യം വിവാഹങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മദ്യപന്മാരുടെ വിരുന്ന് ഒരു വശത്ത്, വെറിക്കൂത്തും ഡാൻസുമൊക്കെ മറുവശത്ത്. മദ്യപിച്ച് കുടിച്ച് കൂത്താടെ ഡാൻസ് കളിക്കുന്ന ആളുകൾ, അത് കാണുന്നതായ മറ്റുള്ള ആളുകളും അവരോട് ചേർന്ന് ഡാൻസ് കളിക്കും. അതുപോലെ ചില സ്ത്രീകളും അത് കണ്ട് ഡാൻസ് കളിക്കും. പിന്നെ ഇവരും ഡാൻസാണ്. ആണുങ്ങളും കുടിച്ച്, ചില സ്ത്രീകളും കുടിച്ചിട്ട്, ഇങ്ങനെ മദ്യപിച്ചിട്ട് ഈ ഭർത്താക്കന്മാരും അതുപോലെ ഭാര്യമാരും ചേർന്ന് ഡാൻസ് കളിക്കുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാകുന്നു. മദ്യപിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. പ്രിയമുള്ളവർ, ഇങ്ങനെയുള്ളപ്പോൾ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കുക. വിവാഹമെന്നത് എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമായതാണ്. ഈ ശ്രേഷ്ഠമായ വിവാഹത്തെ ഒരു വിലയുമില്ലാതാക്കി കളയുകയാണ് ചെയ്യുന്നത്. ഇഷ്ടമുള്ളതുപോലെ, എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ആളുകളുടെ ഇഷ്ടമനുസരിച്ച് വിവാഹം ചെയ്യുന്നു. അങ്ങനെയുള്ളതായ വിവാഹങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഹിതപ്രകാരമുള്ള വിവാഹം അല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രിയപ്പെട്ട ആത്മീയ സമൂഹമേ, ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിവാഹത്തിൽ നിശ്ചയമായും ക്രിസ്തു ഉണ്ടായിരിക്കണം. കാസ്റ്റ് അല്ല. നിങ്ങളുടെ വിവാഹത്തിൽ ക്രിസ്തു ഉണ്ടാകണം, സ്ത്രീധനം അല്ല. നിന്റെ വിവാഹത്തിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം, കളറല്ല. എന്താണ് കളറ്? ക്യാഷ്, കാസ്റ്റ്. ഇവയാണ് ഈ കാലത്ത് ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോഴും ഞങ്ങളുടെ കാസ്റ്റിലുള്ള പെൺകുട്ടി, ഞങ്ങളുടെ കാസ്റ്റിലുള്ള ആൺകുട്ടിയെ വേണം, ഞങ്ങളുടെ കാസ്റ്റ്, ഞങ്ങളുടെ കാസ്റ്റ്, ഞങ്ങളുടെ കാസ്റ്റ്. ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തു ഏത് കാസ്റ്റാണെന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? യേശുക്രിസ്തു ഏത് കാസ്റ്റാണെന്ന് പറയുക. ഏത് കാസ്റ്റാണ്? ഏത് കുലമാണ്? പറയൂ. യേശുക്രിസ്തു ഏത് കുലമാണ്? സേവകൻ. ആരാണവൻ? ദാസനാണ്. അവൻ ഉപദേശകനാണ്. അവൻ സഹായിയാണ്. അതാണ് യേശുക്രിസ്തുവിൻ്റെ കുലം. നമ്മുടെ കുലം ഏതാണ്? 35 പരം വർഷങ്ങളായിട്ട് ദൈവവേല ചെയ്യുന്നു. 35 വർഷത്തിൽ പരമായി ഹൈദരാബാദിലായിരിക്കുന്നു. ഏകദേശം 20 വർഷമായിട്ട് കാൽവറി ടെമ്പിൾ സ്ഥാപിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. ഏതെങ്കിലും ദിവസം എൻ്റെ കാസ്റ്റിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ പാസ്റ്റർ ഏത് കുലമാണെന്നറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുലത്തെപ്പറ്റിയുള്ള പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സതീഷ് കുമാർ തൻ്റെ കുലത്തെപ്പറ്റി സംസാരിക്കുന്നത്? അതിനെ എപ്പോഴോ ഞാൻ അടക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായൊരു കുലം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ സേവകരാണ്. ആരാണ്? ശുശ്രൂഷ ചെയ്യുന്നതായ ഒരു കുലമാണ് നമ്മൾ. സഹായം ചെയ്യുന്ന കുലമാണ് നാം. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് ഉപദേശിക്കുന്ന ഉപദേശകരാണ്, ഉപദേശിക്കുന്നവരാണ്, സഹായികളാണ്.
ഇതെല്ലാം അത്ഭുതകരമായ കുലമാണ്. ഇതെല്ലാം മാറ്റിവെച്ച് ആ കുലമാണ്, ഈ കുലമാണ്, ആ കുലമാണ്. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറഞ്ഞ് വഴക്ക് കൂടുകയാണ് ചെയ്യുന്നത്. വിവാഹം നടക്കുമ്പോൾ തന്നെ അടിയുണ്ടാകുന്നു. ക്രിസ്തു ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു ചെറിയ വീഡിയോ നോക്കുക. ഈ വഴക്ക് എവിടെ തുടങ്ങിയെന്ന് നോക്കുക. വായിലേതോ ഒരു സ്വീറ്റ് വെച്ച് കൊടുത്തു, അപ്പോൾ തുടങ്ങി. രണ്ടുപേരും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. മനസ്സിലായോ? കല്യാണത്തിൽ തന്നെ തുടങ്ങി. എവിടെയാണ്? പ്രിയ സഹോദര സഹോദരി, ക്രിസ്തു ഇല്ല എങ്കിൽ വിവാഹ വ്യവസ്ഥ, കുടുംബ വ്യവസ്ഥ തകർന്നു പോകും. അന്ന് കാനാവ് എന്ന ഗ്രാമത്തിൽ വിവാഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറിയയെയും യേശുവിനെയും അവൻ്റെ ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. നീ ആരെയാണോ ക്ഷണിക്കുന്നത് അത് നിന്റെ വിശ്വാസത്തെയും നിന്റെ വ്യക്തിത്വത്തെയും സൂചിപ്പിക്കുന്നതാണ്. ഓർക്കുക. 2. യേശു ആ വിവാഹത്തിലേക്ക് വന്നപ്പോൾ ആ വിവാഹത്തിൽ ഒരു പ്രശ്നമുണ്ടാവുകയാണ്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആ കാലത്ത് വിവാഹം നടക്കുമ്പോൾ ഇപ്പോൾ വിവാഹം പോലെ വന്ന് കെട്ടി പോകുന്നു, അതുപോലെയല്ല. ഇവിടെ 1/2 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് വിവാഹം കഴിയും. പിന്നെ രജിസ്റ്റർ മാരേജ് ആണെങ്കിൽ പറയേണ്ട കാര്യമില്ല, ഒന്ന് ഒപ്പിട്ടാൽ മതി, തീർന്നു, കല്യാണം കഴിഞ്ഞു. എന്നാൽ ആ കാലത്തുള്ള വിവാഹമാണെങ്കിൽ അത് ഒരാഴ്ചയോളം ആ വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുവാനിടയാകും. ഇപ്പോഴും വലിയ വലിയ ധനികന്മാരുടെ വിവാഹങ്ങൾ ഒരാഴ്ചയും 10 ദിവസവും ഇങ്ങനെ ആഘോഷമായി നടന്നുകൊണ്ടേയിരിക്കും. അവിടെ വിവാഹം നടക്കുമ്പോൾ അനേകം ബന്ധുമിത്രാദികളെല്ലാം കൂടി വന്നപ്പോൾ ആ വിവാഹത്തിൽ വെച്ചൊരു പ്രശ്നമുണ്ടാകുന്നു. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ വീഞ്ഞ് തീർന്നുപോയി. വിവാഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമാവുകയാണെങ്കിൽ ബന്ധുമിത്രാദികൾ 4 ദിക്കിൽ നിന്നും വരും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നുമൊക്കെ കടന്നു വരും. 4 ദിക്കിൽ നിന്നും ബന്ധുക്കൾ വരാറുണ്ട്. എന്തെങ്കിലും ഒരു കുറവുണ്ടാവുകയാണെങ്കിൽ എല്ലാവരും 4 ദിക്കിലും അറിയാനിടയാകും. ആ വിവാഹം എത്ര കെങ്കേമമായിട്ട് നടന്നു, അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായോ, 4 പാടും അറിയാനിടയാകും. ആ വിവാഹം അത്ര കേമമൊന്നുമായിരുന്നില്ല, അവിടെ ഒരു കഷ്ണം പോലും തന്നില്ല, എല്ലാം ചാറ് മാത്രമേ തന്നുള്ളൂ, ആഹാരമൊന്നും നല്ലതായിരുന്നില്ല. വിവാഹമൊക്കെ വലിയ ആഡംബരത്തിലാണ് ചെയ്തത്, എന്നാൽ ആഹാരം തീരെ മോശമായിരുന്നു. ഫുഡിൻ്റെ വെറൈറ്റീസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതായത് വിവാഹത്തിൽ പ്രശ്നമുണ്ടായാൽ എല്ലാവരും അറിയാനിടയാകുന്നു. 2-മത്തെ കാര്യം, വിവാഹത്തിൽ പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തമ്മിലുള്ള പ്രശ്നമല്ല, അത് 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിട്ട് മാറും. എന്തുകൊണ്ടെന്നാൽ വിവാഹം എന്നത് ഒരു പുരുഷനും സ്ത്രീക്കും തമ്മിലുണ്ടാകുന്നതായ ബന്ധം മാത്രമല്ല, 2 കുടുംബങ്ങൾ തമ്മിലുള്ളതായ ഒരു വലിയ ബന്ധമാണ്, ബന്ധുക്കൾ തമ്മിലുള്ളതായ ബന്ധമാണ്. ഒരു കൂട്ടർ മുഖേന എന്തെങ്കിലും പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ മറുകൂട്ടർ വലിയ പ്രശ്നമുണ്ടാക്കാനിടയാകും. എന്തു പറയും, ആ ആൺകൂട്ടരെല്ലാം പ്രശ്നമുണ്ടാക്കാനിടയായി, അല്ലെങ്കിൽ ആ പെൺകൂട്ടരെല്ലാവരും പ്രശ്നമുണ്ടാക്കാനിടയായി, അവർ ആഹാരം കഴിക്കാതെ പോകാനിടയായി. ഇങ്ങനെ സാധാരണമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ 2 പേർ തമ്മിലല്ല, 2 കുടുംബങ്ങൾ തമ്മിൽ, ആ കുടുംബത്തിലെ ബന്ധുക്കൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകും. ഇത് സാധാരണമാണ്. അതുകൊണ്ട് അന്ന് വിവാഹം നടക്കുമ്പോൾ ആ വിവാഹത്തിൽ ഒരു പ്രശ്നമുണ്ടായി. എന്താണെന്ന് വെച്ചാൽ, വീഞ്ഞ് തീർന്നുപോയി. അവിടെ വീഞ്ഞ് തീർന്നുപോയ സമയത്ത് ദയവുചെയ്ത് ശ്രദ്ധിക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ വിവാഹത്തിലേക്ക് ആരെയൊക്കെയാണ് ക്ഷണിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ വിവാഹത്തിലൊരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയാവുന്ന വ്യക്തികളായിരിക്കണം വിവാഹത്തിന് വരേണ്ടത്. അല്ലാതെ പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നവർ വിവാഹത്തിന് വരുവാൻ പാടില്ല. ചിലർ വിവാഹത്തിൽ കടന്നുവന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ട് കടന്നു പോകും. വിവാഹത്തിന് വന്നിട്ട്, നോക്ക്, എന്നെ അടുത്തിരുത്താതെ മാറ്റി നിർത്തി, ഞാനല്ലേ ഇവിടെ ആദ്യം വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതായ സ്ഥലത്തെ സംബന്ധിച്ച് പോലും വഴക്കുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി അവിടെ നിന്ന് കടന്നു പോകും. ഇല്ലെങ്കിൽ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചില്ല, ഇല്ലെങ്കിൽ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞില്ല,
ഇങ്ങനെ സമാധാനത്തോടെ വിവാഹം നടക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് ആ വിവാഹത്തിന് കൂടാതെ പിണങ്ങിപ്പോകുന്നവരുണ്ട്, വഴക്കുണ്ടാക്കി പോകുന്നവരുണ്ട്, സമാധാനത്തെ കെടുത്തുന്നവർ ഉണ്ട്. അതവരുടെ സ്വഭാവമാണ്. അങ്ങനെയുള്ളവരെ ദയവ് ചെയ്ത് വിവാഹത്തിന് ക്ഷണിക്കരുത്. യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. 2, വിവാഹത്തിൽ അവിടെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നത്തെ ആരാണ് കണ്ടുപിടിച്ചത്? പറയുക. മറിയ കണ്ടുപിടിച്ചു. മറിയ കണ്ടുപിടിച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ വിവാഹത്തിൽ ആരുണ്ടെന്നറിയാമോ? വിവാഹത്തിൽ പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നത്തെ കണ്ടുപിടിച്ച് പരിഹരിക്കാൻ കഴിയുന്നതായ ആളുകൾ നിന്റെ വിവാഹത്തിലുണ്ടെങ്കിൽ അത് അനുഗ്രഹമാണ്. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ വിവാഹത്തിന് വരേണ്ടത് പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്ന ആളുകളല്ല, പിണക്കങ്ങളെ സൃഷ്ടിക്കുന്നവരല്ല നിന്റെ വിവാഹത്തിന് കടന്നു വരേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തല്ലിക്കുന്നതായ ആളുകളല്ല നിങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുക്കേണ്ടത്. ആ വിവാഹത്തിന് കടന്നു വരേണ്ട പ്രധാനപ്പെട്ടവർ പ്രശ്നത്തെ കണ്ടുപിടിച്ച് അത് പരിഹരിക്കേണ്ടതായ ആളുകൾ ആയിരിക്കണം. പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, പ്രാർത്ഥിക്കാം. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവേ, 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 എത്രയോ അത്ഭുതങ്ങൾ നീ ചെയ്തിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു, നീ ചെയ്യും. എന്നാൽ നീ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ആദ്യത്തെ അത്ഭുതം, അത് ഞങ്ങളുടെ കുടുംബം പണിയപ്പെടുന്നതാണ്. ഞങ്ങളുടെ വിവാഹ ബന്ധങ്ങൾ സ്ഥിരമായിരിക്കേണ്ടതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ പിശാച് കൊണ്ടുവരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് നിന്നെ മഹത്വപ്പെടുത്തുന്ന കുടുംബ ജീവിതം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബം രക്ഷിക്കപ്പെടുന്നതാണ് മഹാത്ഭുതം. ആ അത്ഭുതത്തെ നീ ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്റെ രക്ഷയുടെ പ്രവൃത്തി ചെയ്യണമേ. നിന്നെ വിട്ടകന്ന് ജീവിക്കുന്നതായ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, മക്കളെ കർത്താവേ ദർശിക്കണമേ, ദർശിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ. ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ പാടില്ലപ്പാ. യേശുവേ, അന്ത്രയാസ് നിന്നെ കണ്ടുമുട്ടിയപ്പോൾ തന്റെ ജ്യേഷ്ഠനെ നിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. ഫിലിപ്പോസ് നിന്നെ കണ്ടുമുട്ടിയപ്പോൾ നഥനയേലിനെ നിന്റെ അരികിൽ കൊണ്ടുവന്നു. കർത്താവേ, അങ്ങനെ ഞങ്ങളും നിന്റെ സ്നേഹത്തെ അറിഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും നിന്റെ സന്നിധിയിൽ കൊണ്ടുവരാനുള്ള നല്ല മനസ്സും അനേകരെ രക്ഷയിലേക്ക് നടത്തുവാനുള്ളതായ നല്ലൊരു ആത്മീയതയും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.